അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിലെ ഒന്നാമത്തെ പാഠം വറത്തിലിൽ ഖുർആന എന്ന പാഠം വായിച്ച് തദ്രീബാത്ത് നോക്കാം. വറത്തിലിൽ ഖുർആന, ഖുർആൻ നിയമാനുസൃതം സാവധാനം പാരായണം ചെയ്യുക. ഉസ്താദ് ചോദിച്ചു, മറ്റു ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് വിശുദ്ധ ഖുർആനിനുള്ള പ്രത്യേകത എന്താണ്? അബ്ദുള്ള, വിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന അല്ലാഹു തആലയുടെ കലാമാണ്. അപ്പോൾ ഉസ്താദിൻ്റെ ചോദ്യത്തിന് അബ്ദുള്ള മറുപടി പറഞ്ഞു, വിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന അല്ലാഹു തആലയുടെ കലാമാണ്. ഇനി സുമയ്യ മറുപടി പറയാണ്, അതിൻ്റെ പാരായണത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്. ഖുർആനിൻ്റെ പാരായണത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്. അടുത്ത് സഈദ് പറയാണ്, അതിന് പ്രത്യേക എഴുത്ത് രീതിയുണ്ട്. ഖുർആനിൻ്റെ എഴുത്തിനെന്തുണ്ട്? ഒരു പ്രത്യേക എഴുത്ത് രീതിയുണ്ട് എന്ന്. ഉസ്താദ്, അൽഹംദുലില്ലാ അഹ്സൻതും, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നില്ലേ കുട്ടികൾ? അതേ, തജ്വീദുൽ ഖുർആനിൽ പഠിച്ചിട്ടുണ്ട്. ഉസ്താദ് തുടർന്നു, അത്തജ്വീദു ഇഅ്താഉൽ ഹുറൂഫി ഹഖ്ഖഹാ വ മുസ്തഹഖ്ഖഹാ, അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, ഹുക്കുമുകൾ എന്നിവ പാലിച്ച് ഉച്ചാരണം നന്നാക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് തജ്വീദ് എന്ന് പറയുന്നത്? അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, ഹുക്കുമുകൾ എന്നിവ പാലിച്ച് ഉച്ചാരണം നന്നാക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഖുർആൻ പാരായണം തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചായിരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചായിരിക്കൽ നിർബന്ധമാണ്. ഇത് ഖുർആന്, ഹദീസ്, ഇജ്മാഅ് എന്നിവ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അല്ലാഹു തആല പറയുന്നു, വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആൻ നിയമാനുസൃതം സാവധാനം പാരായണം ചെയ്യുക. തജ്വീദ് നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിയോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പാരായണം ചെയ്തു തന്നത്. തുടർന്ന് അദ്ദേഹം നിയമാനുസൃതം ഓതിക്കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? തെറ്റായ രൂപത്തിൽ തജ്വീദ് നിയമങ്ങൾ പാലിക്കാതെ ഓതിയ ആ മനുഷ്യൻക്ക് തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഓതിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ശേഷം താബിഉകളും പിന്നീട് ഖിറാഅത്തിൻ്റെ ഇമാമുകളും സച്ചരിതരായ ഗുരുവര്യരും തജ്വീദ് അനുസരിച്ച് മാത്രമേ ഖുർആൻ പാരായണം നിർവഹിച്ചിട്ടുള്ളൂ. അൽ ഇമാം മുഹമ്മദ് ബിൻ ജസിരി റളിയല്ലാഹു അൻഹു പറയുന്നു, വൽ അഖ്ദു ബിത്തജ്വീദ് ഹത്മുൻ ലാസിമുൻ, തജ്വീദ് മുറുകെ പിടിക്കൽ നിസ്സംശയം നിർബന്ധമാണ്. വൽ അഖ്ദു ബിത്തജ്വീദ്, തജ്വീദ് മുറുകെ പിടിക്കൽ ഹത്മുൻ ലാസിമുൻ, നിസ്സംശയം നിർബന്ധമാണ്. മല്ലം യുജവ്വീദിൽ ഖുർആനു ആസിമു, ആരെങ്കിലും ഖുർആൻ തജ്വീദ് അനുസരിക്കാതെ ഓതിയാൽ ആസിമു, അവൻ കുറ്റക്കാരനാണ്. തജ്വീദ് നിയമം അനുസരിക്കാതെ ഓതിയാൽ അവൻ കുറ്റക്കാരനാണ്. ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസല, കാരണം അല്ലാഹു തജ്വീദോട് കൂടിയാണ് ഖുർആൻ ഇറക്കിയത്. ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസല, കാരണം അല്ലാഹു തജ്വീദോട് കൂടിയാണ് ഖുർആൻ ഇറക്കിയത്. വഹാക്കദാ മിൻഹു ഇലൈന വസല, അള്ളാഹുവിൽ നിന്ന് നമ്മിലേക്ക് എത്തിയതും അപ്രകാരമാണ്. അപ്രകാരമാണ് പറഞ്ഞാൽ തജ്വീദോട് കൂടെയാണ്. അള്ളാഹുവിൽ നിന്ന് നമ്മിലേക്ക് എത്തിയതും തജ്വീദോട് കൂടെയാണ്, അപ്രകാരമാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നക്തുബുൽ മാന, അർത്ഥം എഴുതാനാണ്. ഹുറൂഫ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ, ലാസിം എന്ന് പറഞ്ഞാൽ നിർബന്ധം, ഹത്മ് എന്ന് പറഞ്ഞാൽ നിസ്സംശയം, ആസിം എന്ന് പറഞ്ഞാൽ കുറ്റക്കാരൻ. അടുത്ത നുജീബ്, ഉത്തരം എഴുതാനാണ്. ഒന്ന്, തജ്വീദ് എന്താണ് തജ്വീദ്? ആൻസർ, അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, ഹുക്കുമുകൾ എന്നിവ പാലിച്ച് ഉച്ചാരണം നന്നാക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. 2, നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിയോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ആൻസർ, ഇങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പാരായണം ചെയ്തു തന്നത്. 3, ഖുർആൻ തജ്വീദ് നിയമം അനുസരിച്ച് പാരായണം ചെയ്യണം. ഖുർആനിലുള്ള തെളിവെന്ത്? ആൻസർ, വറത്തിലിൽ ഖുർആന തർത്തീല. 4, മല്ലം യുജവ്വീദിൽ ഖുർആന ആസിമു, സാരമെഴുതുക. തജ്വീദ് മുറുകെ പിടിക്കൽ നിസ്സംശയം നിർബന്ധമാണ്. അതിൻ്റെ അർത്ഥമാണ് തജ്വീദ് മുറുകെ പിടിക്കൽ നിസ്സംശയം നിർബന്ധമാണ്. ഇനി 5ാമത്തെ, വിശുദ്ധ ഖുർആനിൻ്റെ 3 പ്രത്യേകതകൾ എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആൻ പാരായണം ഏറ്റവും പുണ്യമുള്ള സൽക്കർമ്മമാണ്.
ഖുർആനിലേക്ക് നോക്കുന്നത് പോലും പ്രതിഫലാർഹമാണ്. ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് അറിയുന്ന 3 കാര്യങ്ങൾ അവിടെ എഴുതിയാൽ മതി. അടുത്ത നെസിൽ ചേരുമ്പടി ചേർക്കാനുള്ളതാണ്. ഇത് നമ്മൾ ബൈത്താണ്. ബൈത്തിൻ്റെ വരിയും അതിൻ്റെ അവസാന ഭാഗവും കൂടെ യോജിപ്പിക്കാനുള്ളതാണ്. ഒന്ന് വൽഹത്മു ബിത്തൗഹീദ് ഹത്തിമുൻ ലാസിമുൻ എന്നാണ്. മല്ലം യുജവീദിൽ ഖുറാന, പിന്നെ ആൻസർ സി ആണ്, ആസിമു, ഖുറാന ആസിമു. 3 ലിഅന്നഹു ബിഹിൽ ഇലാഹു, ആൻസർ എ അൻസല, വഹകദാ മിൻഹു ഇലൈന വസല. അതിൻ്റെ അവസാനം ഓരോ വരിയുടെയും അവസാനം തമ്മിൽ യോജിപ്പിക്കാനാണത്. ഇനി തഖ്സീസ് 4-ാമത്തെ നഖർ സൂറത്തുൽ മാഇദ 1 മുതൽ 23 ആയത്ത് വരെ ഓതാനാണ്, നോക്കി ഓതാനുള്ളതാണ്. പിന്നെ സൂറത്ത് ഹിഫ്ളാക്കാനുള്ളത് സൂറത്തുൽ ളുഹ, വല്ലുഹ സൂറത്തും സൂറത്തുൽ മുൽക്കിലെ 1-ാമത്തെ ആയത്ത് മുതൽ 3-ാമത്തെ ആയത്ത് വരെ ഹിഫ്ളാക്കാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇതോടെ തദ്രീബാത്തും കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.